ജെ.സി. ഡാനിയൽ പുരസ്കാരം 2024 ശ്രീമതി ശാരദ. 60കൾ മുതലുള്ള 2 പതിറ്റാണ്ടുകളിലെ മലയാളി സ്ത്രീയെ തിരശ്ശീലയിൽ അനശ്വരയാക്കിയ അഭിനേത്രി. 2 തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മലയാള സിനിമയ്ക്ക് നേടിത്തന്ന അസാധാരണ പ്രതിഭ. നായകന്മാരെക്കാൾ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് മലയാളി പെണ്ണിന്റെ സ്വപ്നങ്ങളും സഹനങ്ങളും ഉള്ളുലയ്ക്കുന്ന വിധം അവതരിപ്പിച്ചാണ് ശാരദ പ്രേക്ഷക മനസ്സ് കീഴടക്കിയത്. 1968 തുലാഭാരം എന്ന സിനിമയിലൂടെ ആദ്യ ദേശീയ പുരസ്കാരം നേടിക്കൊണ്ട് ഈ അംഗീകാരം നേടുന്ന ആദ്യ തെന്നിന്ത്യൻ നടിയായി. തുടർന്ന് 1972 മലയാളത്തിൽ നവതരംഗത്തിന് തുടക്കമിട്ട അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം എന്ന ചിത്രത്തിലൂടെ 2ാമത് ദേശീയ അവാർഡ് ശാരദയെ തേടി വന്നു. 1977 മാതൃഭാഷയായ തെലുങ്കിലെ നിമജ്ജനം എന്ന ചിത്രത്തിലെ പ്രകടനം അവർക്ക് 3ാമത് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. 1945 ജൂൺ 25 ആന്ധ്രാപ്രദേശിലെ തെനാലി ഗ്രാമത്തിൽ ജനിച്ച സരസ്വതി ദേവി ഇരുമിത്രലു എന്ന ആദ്യ തെലുങ്ക് ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് ശാരദ എന്ന പേര് സ്വീകരിച്ചത്. ഇടപ്രാവുകൾ എന്ന ചിത്രത്തിലൂടെ 1965 മലയാളത്തിൽ അരങ്ങേറി. തുടർന്ന് MT വാസുദേവൻ നായരുടെ രചനകളായ മുറപ്പെണ്ണ്, ഇരുട്ടിന്റെ ആത്മാവ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിന്റെ പ്രിയങ്കരിയായി. ത്രിവേണി, മൂലധനം, യക്ഷി, അടിമകൾ, അസുരവിത്ത്, കൂട്ടുകുടുംബം, നദി, ഏണിപ്പടികൾ, എലിപ്പത്തായ, ഒരു മിന്നാമിലിങ്ങിന്റെ നുറുങ്ങുവെട്ടം, രാപ്പകൽ തുടങ്ങി 125ഓളം മലയാള സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. തെലുങ്ക് നാട്ടിൽ നിന്ന് വന്ന് 2 പതിറ്റാണ്ട് കാലം സ്ഥിര സാന്നിധ്യം കൊണ്ടും പുരസ്കാരങ്ങൾ കൊണ്ടും മലയാള സിനിമയെ സമ്പന്നമാക്കിയ ശാരദയെ കേരള സർക്കാർ പരമോന്നത ചലച്ചിത്ര ബഹുമതി നൽകി ആദരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 5 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിന്റെ പ്രിയങ്കരിയായ നടി ശ്രീമതി ശാരദയെ സ്നേഹാദരത്തോടെ വേദിയുടെ മധ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട CM അവர்களுக்கு, ബഹുമാനപ്പെട്ട മമ്മൂക്ക അവர்களுக்கு, അവர்களுக்கு പിന്നെ ഈ വേദിയിലിരിക്കുന്ന എത്രയോ പ്രമുഖരുണ്ട്. അവർക്ക് എല്ലാവർക്കും, മിനിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്നെ ഇത്രയും കാലം പ്രോത്സാഹിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിന് കാരണം നിങ്ങളാണ്. നിങ്ങളെ ആദരിച്ചത് കൊണ്ട് മാത്രമേ ഇത്രയും കൊല്ലങ്ങൾ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അങ്ങനെ അത് ഉരുവാക്കും.
അതോടൊപ്പം എനിക്ക് ഈ സന്തോഷത്തിൽ വാക്കുകൾ വരുന്നില്ല. ഏതായാലും നമ്മുടെ സർക്കാർ ഇതിനെ ഒരു ഇത് കാണിച്ചതിന് അവരോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എന്തോ പറയണമെന്നൊക്കെ വിചാരിച്ചതായി കൂടുതൽ സംസാരിക്കില്ല. സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ വന്ന് എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. നന്ദി. മലയാളത്തിന്റെ അമ്മ മനസ്സിന് കേരളക്കരയുടെ മഹാപ്രണാമം. സോറി, ഒരു വാക്ക് പറയാനുണ്ട്. ഞാൻ മലയാളി അല്ലാന്ന് പറയുന്നു. ഞാൻ പകുതി മലയാളി പകുതി തെലുങ്ക്. അത് എങ്ങനെ? എൻ്റെ അമ്മയുടെ ഫാമിലി ഫ്രം കാലിക്കറ്റ്, മേനന്മാര. അവരെ മേനന്മാര. അവിടെ നിന്ന് വന്നതായി ഈ ചോറ് ബ്ലഡ്. അതുകൊണ്ട് പകുതി തെലുങ്ക് പകുതി മലയാളം. ഓക്കെ. Please stand corrected and thank you for asserting your Malayali Sharadamma. Thank you once again. ഒരു കന്യ നിമിഷത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ശാരദാമ്മ സൂചിപ്പിച്ചതുപോലെ അമ്മ മനസ്സ് ഒപ്പം പുരസ്കാര നിറവിൽ മകനും